ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തനതായ ആചാരങ്ങളും ഐതിഹ്യ പെരുമയും കൊണ്ട് ശ്രദ്ധേയമാണ് കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം. ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം 2 നേരം ഭക്ഷണം നൽകുന്നു എന്നതാണ് ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. അന്നപൂർണേശ്വരി 3 തോഴിമാരും ഭക്തരുമായി ഒരു പായക്കപ്പലിൽ ഇവിടേക്ക് വന്നുവെന്നും പിന്നീട് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി എത്തിയെന്നുമാണ് വിശ്വാസം. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. മേടസംക്രമം മുതൽ മേടം 7-ാം തീയതി വരെയാണ് ഉത്സവം. മേടം 2-ന് ചെറുകുന്ന്, 3-ാം തീയതി കണ്ണപുരം, 4-ന് ഇരിണാവ്, 6-ന് പറശ്ശിനി എന്നീ ദേശവാസികളുടെ വക കാഴ്ചവരവും വെടിമരുന്ന് പ്രയോഗവും ഉണ്ടാകാറുണ്ട്. പ്രപഞ്ച പരിപാലകനായ ശിവഭഗവാനുമൊത്ത് ലോകത്തെ ഊട്ടുന്നത് അന്നപൂർണേശ്വരിയാണ്. പാർവതീദേവിയെ തന്നെയാണ് അന്നപൂർണേശ്വരിയായും വാഴ്ത്തുന്നത്. വിശന്നു വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ആഹാരം നൽകുന്നത് പോലെയുള്ള പുണ്യകർമ്മം മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അന്നദാനത്തെ മഹാദാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തൻ്റെ ഭാര്യയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കാൻ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം ചെറുകുന്നിൽ എത്തുമെന്നാണ് സങ്കല്പം. വെള്ളിയാഴ്ച, പൗർണമി, നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി, ശിവപ്രധാനമായ ഞായർ, തിങ്കൾ ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അന്നപൂർണേശ്വരി സ്തോത്രം ജപിച്ചാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശങ്കരാചാര്യർ സ്വാമികൾ രചിച്ച അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുന്നതും സാധുജനങ്ങൾക്ക് ആഹാരം നൽകുന്നതും ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു. അന്നദാനമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദാനം എന്നും ശിവപുരാണവും പറയുന്നു. ഞാനിവിടെ അന്നപൂർണേശ്വരി സേവാസമിതിയുടെ പ്രസിഡൻ്റാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിഷുവിളക്കുത്സവം, അതുപോലെ തന്നെ നവരാത്രി ആഘോഷം, സപ്താഹം, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, നവീകരണ പ്രവർത്തനങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഏറ്റവും വലിയൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വരവ് ചെലവ് കണക്ക് ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 രൂപ കൊടുത്തവരുടെ റിസീറ്റ് നമ്പർ, അവരുടെ പേര്, സംഖ്യ എന്നുള്ളവ വെച്ച് ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത് CA ഓഡിറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട് വിതരണം നടത്തുന്ന ഒരു വലിയൊരു കമ്മിറ്റിയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു. ആദ്യം മണിയങ്ങാട്ട് ഇല്ലക്കാരുടെ വക ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷേ ഈ നാടിൻ്റെ പട്ടിണിയും പരിവട്ടവും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു മുൻകാലങ്ങളിൽ ഈ നാട് കടന്നുപോയിട്ടുള്ളത്. അത് മനസ്സിലാക്കിയ പാർവതി ദേവി കാശിയിൽ നിന്നും അന്നപൂർണേശ്വരിയായിട്ട് പായക്കപ്പലിൽ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. അതോടുകൂടി ആഴിതീരത്ത് വന്ന് ഇറങ്ങുകയും അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർക്ക് ഭക്ഷണം വെക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ തളിപ്പറമ്പ് അങ്ങാടിയിൽ പോയിട്ട്, മറ്റേ ഈ ഭാഗത്തൊന്നും അങ്ങാടി ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറിയും അരിയും വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് വിൽക്കുന്ന മുസ്ലിംസുകൾ ചോദിച്ചും പോലും എന്താ ഇത്ര കുറച്ച് അരി ഇത്രപാട് ആൾക്ക് ഇത്രേ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതും ഒരു ഹൈദികാണ്. അങ്ങനെ ആഴിതീരത്ത് കപ്പലിറങ്ങി അവിടെ ഭക്ഷണം പാചകം ചെയ്തപ്പോൾ ഭക്ഷണം എത്താതെ വന്നപ്പോൾ അമ്മയുടെ കയ്യിലുള്ള ചട്ടുകവും കോരിയാണ് അമ്മയുടെ കയ്യിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണപ്പെടുന്നത്. ചട്ടുകവും കോരിയാണ്. പക്ഷെ ഭക്ഷണം എത്താത്ത സമയത്ത് ചട്ടുകത്തോണ്ട് ഇളക്കിയെന്നും അത് നിറഞ്ഞ് കവിഞ്ഞ് വന്ന് കോരിയോണ്ട് കോരിയിട്ട് വന്നവർക്കൊക്കെ ഭക്ഷണം വിളമ്പി എന്നുള്ളതുമാണ് ഇവിടെ
ഐതിഹ്യത്തിൽ പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അമ്മ വന്ന് അറിഞ്ഞതിന് ശേഷം ചർക്കൽ കോവിലും രാജവംശം അമ്മ സർവാഭരണ വിഭൂഷിതയായി അതുപോലെ തന്നെ സർവ്വവിധ ആൾക്കാരുമായിട്ടാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ വിവരം കിട്ടിയപ്പോൾ ചർക്കൽ കോവിലിൽ നിന്നും രാജാവ് പോയി അമ്മ ആദിതീരത്തു നിന്നും കൂട്ടി ഇവിടെ വരികയും ഇവിടെ ഉണ്ടായിരുന്ന മണിയങ്ങാട്ട് ഇല്ലക്കാരോട് അവർക്ക് മറ്റൊരു സ്ഥലം പതിച്ചു കൊടുത്ത് അവരുടെ ശ്രീകൃഷ്ണ ഭഗവാനെയും കൂട്ടിയിട്ട് അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ പോയി. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ നിന്നും പോയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അമ്മ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടത് ഭാഗത്ത് പ്രത്യേകം ഒരു ശ്രീകോവിൽ പണിത് അമ്മയെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ടത് അന്നദാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2 നേരവും ഉച്ചക്കും രാത്രിക്കും വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് നമ്മുടെ ഭൂലോകത്ത് തന്നെ എവിടെയെങ്കിലും ആദ്യം ഈ ഒരു ക്ഷേത്രമായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പം മറ്റു പല ക്ഷേത്രങ്ങളിലും അന്നദാനം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് അത് കണ്ടുപിടിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഇലവെച്ച് നിലത്തിരുത്തി ഇലവെച്ച് മുറത്തോട് വേണം ചോറ് വിളമ്പാൻ. അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പലവട്ടം നമ്മൾ പ്രശ്നചിന്തയിൽ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും തെളിച്ചം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോഴും അതേ സ്ഥിതിയാണ് ഇവിടെ തുടർന്നു വന്നിരിക്കുന്നത്. അതേപോലെ മറ്റൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അന്നപൂർണേശ്വരിയുടെ ഭക്ഷണം പാചകം എല്ലാം ചെയ്തു കഴിഞ്ഞു, ആളിരുന്നു. ഇല വെക്കാൻ നോക്കിയപ്പോൾ ഇല കൊണ്ടുവരാൻ വേണ്ടി പോയ ഒരാളെ കാണുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ ഇല കൊണ്ടുവരാൻ വേണ്ടി പോയ ആളെ കാണാത്തപ്പോൾ നമ്മുടെ ഈ അരയാൽത്തറയുടെ മുകളിൽ നിന്നുകൊണ്ട് ഒരാൾ 3 പ്രാവശ്യം ഇലക്കൻ കോമു എന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചപ്പോഴാണ് തലയിൽ ഇലക്കെട്ടുമായിട്ട് വന്നു എന്ന് പറയും. ആ രീതി ഇപ്പോഴും അവലംബിക്കുന്നുണ്ട്. ഇലക്കൻ കോമനെ വിളിച്ചതിന് ശേഷം ഇലയെടുത്ത് പോവുക ചെയ്യുക. വിഷുവിളക്കുത്സവം 7 ദിവസത്തെ ഉത്സവമാണ്. അമ്മയുടെ 2 അനിയത്തിമാരാണ് കളരിവാതിക്കൽ അമ്മയും അതുപോലെ തന്നെ മാടായിക്കാവിൽ അമ്മയും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉത്സവ കാലഘട്ടങ്ങളിൽ അമ്മക്ക് അവരെ 2 ആളെ കല്യാണം കഴിഞ്ഞപ്പോൾ അപ്പനോട് അമ്മ ചോദിച്ചുമ്പോൾ എനക്കിടുന്ന ആഭരണം കിട്ടുക. അപ്പൊ ഇവിടുത്തെ വിഷുവിളക്കുത്സവം അമ്മയുടെ കല്യാണമായിട്ടാണ് കൊണ്ടാടുന്നത്. അപ്പൊ അന്നേരം അപ്പം അമ്മയോട് പറഞ്ഞു പോലും നിങ്ങൾക്ക് 2 അനിയത്തിമാരും നിന്റെ വിവാഹമായ ദിവസം ആഭരണങ്ങൾ ഇവിടെ എത്തിച്ചു തരുന്നു. അങ്ങനെ തിരുവാഭരണം എന്ന് പറഞ്ഞുകൊണ്ട് മാടായിക്കാവെന്നും അതുപോലെ തന്നെ കളരിവാതിക്കൽ നിന്നും ഉത്സവത്തിന്റെ 2 ദിവസം മുമ്പേ തിരുവാഭരണം ഇവിടെ എത്തിക്കണം. ഉത്സവം കഴിഞ്ഞ ശേഷം അവരത് എടുത്തിട്ട് പോകും. അതാണ് അതിന്റെ ഒരു രീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാന്യസ്ഥാനമുണ്ട്. മാന്യസ്ഥാനത്താണ് ഭക്ഷണം വിളമ്പാറ്. ആ മാന്യസ്ഥാനം കൽപ്പിക്കുന്നത് തളിപ്പറമ്പത്ത് അപ്പനാണ്. അവിടെ വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ദീപാരാധന കഴിഞ്ഞാൽ അപ്പൻ ഇവിടത്തേക്ക് എഴുന്നള്ളി എന്നുള്ളതാണ് ഐതിഹ്യം. അതിനുശേഷം മാത്രമേ ഈ തളിപ്പറമ്പത്ത് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അകത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ അപ്പൻ ഇവിടെ വന്നിറങ്ങി ഇവിടെ വന്ന് രാത്രി ഇവിടുന്ന് മാന്യസ്ഥാനത്ത് ഇരുത്തി അമ്മ ഭക്ഷണം വിളമ്പി കൊടുത്ത് അങ്ങനെ പിറ്റേന്ന് രാവിലെയാണ് അപ്പൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അപ്പന്റെ കൂടെ തന്നെ അമ്മയും നടന്നുപോയി. ഈ കോലത്ത് വയല് ഭൂമികൾ ഒട്ടുമുക്കാലും അപ്പന്റെ കൈമിലുള്ള ഭൂമികൾ ഉപയോഗിച്ചും അമ്മ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തു എന്നും അമ്മയുടെ പേരിൽ ആക്കി കൊടുത്തു എന്നും അവസാനം അപ്പൊ പിന്നെയും കടന്നു ചെല്ലുമ്പോൾ തളിപ്പറമ്പത്ത് അപ്പൻ അദ്ദേഹം ധരിച്ചു എന്റെ ഇരിപ്പിടവും കൂടെ ഇവള് വാങ്ങിക്കളയോ എന്നുള്ളൊരു സംശയം വന്നതിന് ശേഷമാണ് അപ്പൻ അവിടുത്തെ വാതിലുകൾ 2 തട്ടി അടച്ചു. അവിടെ ഇപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അന്നപൂർണേശ്വരി അമ്മ എന്ന് പറഞ്ഞിട്ട്. ആ വാതിൽ അതിനുശേഷം തുറന്നില്ല എന്നുള്ളതും ഒരു ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തളിപ്പറമ്പത്ത് അപ്പൻ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ ഇവിടെ വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ഉറങ്ങി പിറ്റേന്ന് രാവിലെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി പോകാറ് എന്നുള്ളതും ഐതിഹ്യമാണ്. എൻ്റെ പേര് രമേശ്, മണിയെന്ന് വിളിക്കുന്നുണ്ട്. സേവാസമിതി വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇവിടെ ഈ മുറ്റത്ത് ജനിച്ചു വളർന്ന് മുട്ടിലഴിയുന്ന പ്രായത്തിൽ ഈ അമ്പല മുറ്റത്ത് കളിച്ചു വളർന്ന് നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും അനുഗ്രഹമാണ് എൻ്റെ ഭഗവതി അമ്മയും ശ്രീകൃഷ്ണ ഭഗവാനും. അപ്പോൾ
നമുക്കെല്ലാം ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ അടുപ്പം കൂടിയാണ്. ഈ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ നിലയിലേക്ക് ഉയർച്ച വന്നത് തന്നെ ഇവിടെ സേവാസമിതിയുടെയൊക്കെ വളരെ അക്ഷീണമായ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളും ഒരുപാട് നല്ല ഉയർച്ചയ്ക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അന്നപൂർണേശ്വരി സേവാസമിതി ഭക്തജനങ്ങളും കൂടിയുള്ള കമ്മിറ്റികൾ വളരെ ഭംഗിയായ രീതിയിൽ നടത്തുന്നുണ്ട്. നമ്മുടെ അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും അതിന്റെ രൂപഭംഗിയും അതിന്റെ ഘടനയെല്ലാം. ഇത്രയും വലിയൊരു ചിറ കണ്ണൂർ ജില്ലയിൽ വലുപ്പത്തിൽ രണ്ടാമത്തെയാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ കെട്ടിലും ഭംഗിയിലും ഇത് ഒന്നാമത്തേതാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറ. അതേമാതിരി പുതിയ റോഡ്, നടപ്പന്തൽ എല്ലാം നമ്മുടെ MLA-യുടെയും അവരുടെയെല്ലാം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഫണ്ടാണെങ്കിൽ കൂടി അതിന്റെ പിന്നിൽ കമ്മിറ്റിയുടെ അക്ഷീണമായ പ്രവർത്തനങ്ങളും കൂടി ഉണ്ട് അതിന്റെ പിന്നിൽ. വെടിക്കോട്ട എന്ന് പറയുന്നത് ഇവിടെ അന്നപൂർണേശ്വരി മുറ്റത്ത് വെടിക്കോട്ട ഉള്ളത് അന്നപൂർണേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വെടിമരുന്നിന് വളരെ പ്രാധാന്യമായ ഒരു കാഴ്ചവരവോടുകൂടി വെടിമരുന്നിന് പ്രാധാന്യമുണ്ട്. വളരെ വിശേഷമായ ഒരു ചടങ്ങാണ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാഴ്ചവരവ്, 4 ദേശക്കാരുടെ കാഴ്ചവരവും അതിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും വിവരങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഭഗവതിയമ്മക്ക് സംക്രാന്തി ദിവസം പുറത്തിറങ്ങിയിട്ട് 7-ാം വിളക്ക് കഴിഞ്ഞ് അകത്ത് എഴുന്നള്ളിക്കുന്ന സമയത്ത് വെടിക്കോട്ടയിൽ എഴുന്നള്ളിച്ച് വെക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ആ വെടിക്കോട്ടയിൽ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞതിന് ശേഷമേ, വെടി ആസ്വദിച്ചതിന് ശേഷമേ ഭഗവതിയമ്മ അകത്തേക്ക് കയറുകയുള്ളൂ എന്നാണ് അതിന്റെ അത്രയും പ്രാധാന്യമുള്ളതാണ് ഈ വെടിക്കോട്ടയും. അതുമാതിരി അരയാൽത്തറയുടെ അരയാലിന്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പുയുടെ പടയോട്ടക്കാലത്ത് പിന്നെ എല്ലാ ക്ഷേത്രങ്ങളും ടിപ്പു ആക്രമിച്ച് കീഴടക്കി കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഭഗവതിയമ്മയുടെ ഭക്ഷണം രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭക്ഷണം ഇവിടെ ഇലയിൽ പൊതിഞ്ഞു കെട്ടി ആലിന്റെ വള്ളിയിൽ കെട്ടിത്തൂക്കുമായിരുന്നു. അപ്പോൾ ഈ ഭടന്മാര് അത് കഴിച്ചതിന് ശേഷം ഇവിടെ വിശ്രമിച്ച് ഉറങ്ങിയിട്ട് തിരിച്ചുപോയി, അവരെ ആക്രമിക്കാതെ തിരിച്ചുപോയി എന്നാണ് അതിനുള്ളൊരു ഐതിഹ്യം. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും പിന്നെ അനുഗ്രഹങ്ങളും ഉള്ളൊരു ദേവിയാണിത്. നമസ്കാരം, ഞാൻ ദിനേശൻ ജ്വൽസരി. ക്ഷേത്രത്തിലെ കുടവെപ്പ് മുതലായ എല്ലാ അവകാശങ്ങളുള്ള ആളാണ്. നമ്മൾ പരമ്പരയായിട്ട് ഈ സമ്പ്രദായം ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഈ ലോകത്തിന് തന്നെ വിശേഷിച്ചും ചെറുകുന്ന് നാട്ടിന് വളരെ അനുഗ്രഹദായിനിയായ ദേവിയാണ് നമ്മുടെ അന്നപൂർണേശ്വരി അമ്മ. വളരെ പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളാലും ചരിത്രപ്രധാനമായ രീതിയിലും വളരെ പൗരാണികമായി തന്നെ ഈ സ്ഥാനം അവിടെ നിൽക്കുന്നതാണ്. നേരത്തെ വത്സേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആദ്യമൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു മണിയങ്ങാട്ടിലുംവക ഉണ്ടായിരുന്നത്. അതിൻ്റെ അഗ്രശാലയിലേക്കാണ് ദേവി പിന്നീട് എഴുന്നള്ളാൻ ഇടവന്നത്. അതിന് അഗ്രശാല മാതാവ് എന്നും ഇവിടെ അറിയപ്പെടാറുണ്ട്. ഇവിടെ വളരെ പ്രധാനമായ കാര്യം 2 നേരത്തെ അന്നദാനം. വളരെ ഈ ക്ഷേത്ര ചരിത്രം മുതൽ തന്നെ ഈ 2 നേരത്തെ അന്നദാനം നടക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലും അത് ആ പ്രസാദം കഴിക്കുക എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകാവുന്നതാണ് എല്ലാവരും. ധാരാളം ആൾക്കാർ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആൾക്കാർ പോലും ഇപ്പം വന്നു ചേരുന്നുണ്ട്. അടുത്ത കാലത്തായി വളരെ തിരക്കുകൂടിയ സമയമാണ്. ആ അനുഗ്രഹം എല്ലാ കാലത്തും എല്ലാ വിധത്തിലും ഇവിടെ 7 ദിവസമാണ് ഉത്സവം. വിഷു മുതലാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും ഈ നാട്ടിനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഓരോ നാട്ടിലേക്ക് പോകുന്ന സമ്പ്രദായം ഉണ്ട്. അത് ഓരോ ക്ഷേത്ര സംബന്ധമായിട്ടാണ് അവിടെയാണ് എത്തിപ്പെടുന്നത്. അവിടത്തേക്കാണ് ഓരോ എഴുന്നള്ളുന്നുണ്ടാവുന്നത്. ആ നാട്ടിൻ്റെ ഒക്കെ വകയായി കാഴ്ച മുതലായ കാര്യങ്ങളോട് സമർപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ നന്നായി. ഇവിടെ പ്രാധാന്യം എല്ലാ ദിവസവും ഉണ്ടെങ്കിലും
വെള്ളിയാഴ്ച തൊഴുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അന്നത്തെ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടുത്തെ അനുഗ്രഹം എല്ലാ ലോകർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർന്നു. ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വര സാമീപ്യത്തിലൂടെ ആന്തരികമായ ഉണർവും ശുദ്ധിയും നേടുകയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ലക്ഷ്യം. ക്ഷേത്രങ്ങളെ ശാസ്ത്രീയ രീതിയിൽ പരിശോധിച്ചാൽ അവ കേവലം ആരാധനയ്ക്കായുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രപഞ്ച ശരീരത്തിൻ്റെയും വിഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷ മാതൃകാ രൂപങ്ങൾ തന്നെയാണ്. ദേഹോ ദേവാലയ ജീവോ ദേവ സദാശിവ എന്ന തന്ത്രശാസ്ത്ര പ്രയോഗം ഇതുതന്നെ സൂചിപ്പിക്കുന്നു. കേവലം സ്ഥൂല ശരീരത്തിൻ്റെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരത്തിൻ്റെയും കൂടി പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ പഞ്ചശുദ്ധിയോടെ പോകണമെന്നതാണ് വിധി. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. പഞ്ചശുദ്ധി രോഗാണുക്കളെ പ്രതിരോധിക്കാനും മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റാനുമുള്ള വിധിയാണ്. അൻപിൻ്റെ ആലയങ്ങൾ അഥവാ ദയയുടെ ഇരിപ്പിടങ്ങളായ അമ്പലങ്ങൾ അസ്വസ്ഥരായ മനുഷ്യർക്ക് സ്വസ്ഥത നൽകുന്നു. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ വർത്തമാനകാലത്തെ മനുഷ്യൻ്റെ ശുശ്രൂഷാലയങ്ങളായി കരുതപ്പെടുന്നത്. സർവനാശത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ സർവമത പ്രാർത്ഥനകൾക്കും സർവധർമ്മ സമഭാവത്തിനും കഴിയുമെന്ന് വർത്തമാന കാലഘട്ടം ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോൾ മനുഷ്യൻ ഈശ്വരനുമായി കൂടുതൽ അടുക്കുമെന്നും ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തർക്ക് വ്യായാമത്തിൻ്റെ ഫലം ലഭിക്കുന്നു. പ്രദക്ഷിണം, ഏത്തമിടൽ, നമസ്കാരം എന്നിവയെല്ലാം മനഃശാന്തിയോടൊപ്പം ശാരീരിക ആരോഗ്യവും നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി കൊണ്ട് അവിടെ നിന്നും പ്രവഹിക്കുന്ന ഭൗമോർജം ഭക്തരിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രം പാദരക്ഷയില്ലാതെ ചുറ്റണമെന്ന ആചാരം ശാസ്ത്രീയമാണ്. ആയുർവേദാചാര്യനായ സുശ്രുതൻ കൈവിരൽ വെള്ളയിലും കാലിനടിയിലും നിലകൊള്ളുന്ന പോയിന്റുകൾ ശാസ്ത്രീയമായി പഠിച്ച് വിവരിക്കുന്നു. കാലടി ഭൂമിയുമായി സ്പർശിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയുമായി സ്വാഭാവിക സ്പർശനമുണ്ടാകുന്നു. മനുഷ്യനെ നിലനിർത്തുന്ന ഭൂമിദേവിയുമായുള്ള ബന്ധം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ രക്തസഞ്ചാരം സുഗമമാക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. പാദരക്ഷയില്ലാതെ നടക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചരക സംഹിതയിലൂടെ ചരകൻ ഉപദേശിക്കുന്നു. മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര, അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രകാരങ്ങൾ ദേവൻ്റെ സ്ഥൂല ശരീരത്തിനെയും ശ്രീകോവിൽ, ദേവപ്രതിഷ്ഠ, ഷഡാധാരങ്ങൾ എന്നിവ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചില വാസ്തുഗ്രന്ഥങ്ങൾ ഈ പ്രകാരങ്ങളെ ദേവശരീരമായി അന്വയിപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ ഗ്രന്ഥം ഇപ്രകാരത്തിൽ ഗർഭഗൃഹം ശിരസായും അകത്തെ ബലിവട്ടം മുഖമായും മണ്ഡപം ഗളമായും നാലമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും പുറംമതിൽ മുട്ടുകളായും ഗോപുരങ്ങളെ ദേവപാദമായും സങ്കല്പിച്ചിരിക്കുന്നു.